അതായത് നമ്മുടെ പാർട്ട്ണറെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള, അതായത് ഒരു വിവാഹിതത്തിൽ ആവശ്യമായ ഒരു കാര്യങ്ങളും കിട്ടാതെ വീടിനുള്ളിൽ അകപ്പെട്ട് വിഷമിച്ച് ഇത് തന്നെ ആലോചിച്ച് കരഞ്ഞ് അവസാനം സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് വരെ എത്തുന്ന പാവപ്പെട്ട ആളുകളോടാണ് ഞാൻ പറഞ്ഞത്. അയാളെ മാത്രം ആലോചിച്ചിരിക്കേണ്ട, നിങ്ങൾ വല്ല വിഹിതത്തിന് പൊക്കോളാൻ. അതായത് നമ്മൾ എപ്പോഴും ഒരാളിൽ മാത്രം ആശ്രയിച്ച്, ഒരാളെ മാത്രം ചിന്തിച്ച്, അയാളെ മാത്രം സ്നേഹിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളൊരു വിലയും ഇല്ലെങ്കിൽ കുറെ എഫേർട്ട് ഇട്ട് നോക്കുക. അതായത് നമ്മൾ പറയില്ലേ, ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക. ഒക്കെ എല്ലാ തരത്തിലുള്ള സാമം വാദം മറ്റേ സംഭവം എന്താ, സാമം വേദം, ആ സംഭവം സാമം ദാനം വേദം ദണ്ണം, അതെ ആ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നടക്കാണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തള്ളി അങ്ങോട്ട് കളയാം. കാരണം എല്ലാ തരത്തിലും നമ്മൾ ശ്രമിക്കണം നല്ല രീതിയിൽ. എന്നിട്ട് അവര് നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല. ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പരിഗണനയാണ്. അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഇവരെ തന്നെ ആലോചിച്ച് മോങ്ങിക്കൊണ്ടിരിക്കേണ്ട, നിങ്ങൾ വല്ല അവിഹിതത്തിന് പൊക്കോന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എല്ലാവരും അവിഹിതം ഈസ് ഫൈൻ, അത് മാത്രമാണ് എല്ലാവരും അതിൽ ഏറ്റവും രസം എന്ന് പറയും. അതിന്റെ താഴെ ഇത് പറഞ്ഞ് മെഴുകുന്ന ആളുകളുണ്ടല്ലോ, അവരാണ് ഈ പറയുന്ന രാത്രി തോർത്തുമുണ്ട് ഇട്ടിട്ട് പോകുന്ന മെയിൻ ആൾക്കാരാണ് അതിന്റെ അടിയിൽ വന്ന്, അയ്യോ ഇവള് എന്തൊക്കെയാണ് ഈ കിടന്ന് വിളിച്ചു പറയുന്നത്, ഈ പെണ്ണും പിള്ളക്ക് ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞ അവനും അവളുമാണ് 4-5 പെണ്ണുങ്ങളെ ആണുങ്ങളെ വെച്ചോണ്ടിരിക്കുന്നത്. അവർക്ക് നാണില്ല അല്ലെ, വെറുതെ ഫേക്ക് ചെയ്യാന്നേ വന്നിട്ട്. ഇങ്ങനെ ഫേക്ക് കോളികളാണ് അധികവും. അവരുടെ കമന്റുകളൊക്കെ കാണുമ്പോൾ സാധാരണ ആൾക്കാർ ഇങ്ങനെ കമന്റ് എടുത്ത് കൊണ്ടുപോയി പിന്നെ അത് സ്റ്റാറ്റസ് ആക്കി. ഞാൻ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു, ഓ ഇങ്ങനത്തെ ബാഡ് കമന്റ്സ് വരുന്നതോട് സാധനം റീച്ച് ആയി വരുന്നുണ്ട്. അങ്ങനത്തെ കമന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടോ അത്രത്തോളം എന്റെ പേജ് റീച്ച് ആവുന്നുണ്ട്. അതാണ് അവരോടൊക്കെ സഹതാപാണ്. കാരണം അവരവരുടെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നതാണ് പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞ് അതിന്റെ അടിയിൽ വന്ന് കരയിട്ടോ, നല്ല നല്ല രീതിയിൽ കരയേ. അപ്പൊ ഞാൻ അതൊക്കെ കണ്ട് ഇങ്ങനെ ഞാൻ ഒരു സൈക്കോ ആണെന്ന് ഇവർ പലപ്പോഴും മറക്കുന്നു. ഈ കല്യാണവും കഴിഞ്ഞ് ഒരു 40-44 വയസ്സ്, ഭാര്യയുണ്ട്, 3 മക്കള്, 4 മക്കളുള്ള ഈ കൂടുതൽ ഭർത്താക്കന്മാരൊക്കെ ഈ അവിഹിതത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ചോദിക്കുമ്പോ ഭാര്യയായിട്ട് ഒരു പ്രശ്നവും നല്ല സ്നേഹത്തിലാണ്. അതെന്താണെന്നറിയോ, ഈ ഒരു സെക്ഷൽ ഫാന്റസി ആഗ്രഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഇപ്പൊ മാധവിക്കുട്ടി തന്നെ പണ്ട് ഒരിക്കൽ പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു. അതായത് നമുക്കെല്ലാവർക്കും ഒരു ഇണയിലൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്ന ആളുകളല്ല നമ്മൾ ആരും, ഒരു മനുഷ്യരും. അത് നമുക്ക് ശരിക്കും മോണോഗമസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മളെയൊന്നും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പല ആളുകളോട് ഇഷ്ടം തോന്നാം. അതായത് ആ ഇഷ്ടം പലപ്പോഴും തുറന്നു പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പൊ എനിക്ക് തന്നെ പല ആളുകളോട് ഇഷ്ടം തോന്നാറുണ്ട്. അതായത് ഇപ്പൊ എല്ലാവർക്കും തോന്നും, പക്ഷെ അതിങ്ങനെ വന്നിരുന്ന് പറയണമെങ്കിൽ ഒരു ആംബിയർ വേണം. അതായത് അപ്പൊ നമുക്ക് എല്ലാ ആളുകളോടും വഴി നടന്ന് ഇഷ്ടം പറയാൻ പറ്റും. എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടം, അങ്ങനെ വഴി നടന്ന് പറയാൻ പറ്റും. ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും. അപ്പൊ അതുപോലെ ഈ മോണോഗമസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾ, ചില ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഒരു എന്താ പറയാ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതായത് ഓക്കെ അങ്ങനെ പോകുന്ന വീടുകളുണ്ടാവും. എല്ലാം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ, അതായത് ഫാമിലി ആയിട്ട് പോകുന്നു, മക്കളെ നോക്കുന്നു, കാലത്ത് ഉറങ്ങിയിരിക്കുന്നു, രാത്രിയാവുന്നു, കഞ്ഞിയും കറിയും വെക്കുന്നു, ഭർത്താവിനെ നോക്കുന്നു, അങ്ങനെ. അതായത് ഒരു ഭാര്യയുടെ എല്ലാ കടമയും ചിലപ്പോൾ ആ പെണ്ണ് നിർവഹിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ആ ഭാര്യയ്ക്ക് ഒരു കാമുകിയാവാൻ പറ്റുന്നുണ്ടാവില്ല. അതായത് സ്ത്രീകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അതായത് ഒരു 40 വയസ്സൊക്കെ കഴിയുന്തോറും പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും, നിങ്ങളൊന്നും ഉണ്ടായിരുന്ന മനുഷ്യ, നിങ്ങൾക്ക് വേറൊരു വിചാരമില്ലേ, പിള്ളേരെ വളർന്ന് വലുതായി, അങ്ങനെയൊക്കെ പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരാണ് ഈ ആണുങ്ങളെ നശിപ്പിക്കണേ. കാരണം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തിക്കുറിശില്, പഴയ സിനിമാ നടൻ തിക്കുറിശി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന് അവന്റെ ആഗ്രഹങ്ങൾ കെട്ടടങ്ങുന്നത് മരിച്ചിട്ട് അടക്കം ചെയ്യുമ്പോഴാണെന്ന്. അതായത് ആണുങ്ങൾക്ക് ആ വികാരം ഭയങ്കര കൂടുതലാണ്. അവരുടെ ഹോർമോൺ അങ്ങനെയാണ്, അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺ. അപ്പൊ അവരുടെ ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും ഒന്നും വീട്ടിൽ നിന്നെല്ലാം നടന്ന് കിട്ടാതാവുമ്പോ പുരുഷന്മാർ വേറെ ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകും. അത് സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ, അതായത് വീട്ടിലൊന്നും ഈ ഭാര്യമാരധികവും ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആകെ മുഷിഞ്ഞെന്ന് അറിയാം മാക്സി ഒക്കെ ഇട്ടിട്ടായിരിക്കും പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആണുങ്ങൾക്ക് അതിലൊന്നും ഒരു വലിയ സന്തോഷം തോന്നില്ല. അപ്പൊ അവര് നോക്കുമ്പോൾ ബെറ്റർ പേഴ്സൺസ് പുറത്തുണ്ട്, അപ്പൊ അവരുമായിട്ട് എന്തുകൊണ്ട് ഇതായിക്കൂടാന്നൊക്കെ ഒരു ചിന്ത. ഞാനിതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കില്ല, അതൊക്കെ ആയിരിക്കാം മേ ബി കാരണം. ഇനിയിപ്പോ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഇത് കേട്ടിട്ടുണ്ട്. പക്ഷെ പറ്റിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പറ്റിച്ചിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇഷ്ടമാണ് എന്നുള്ളൊരു പേര് കാരണം വീണ്ടും സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിക്കും സെക്കൻഡ് ചാൻസ് സംഭവം അറിയോ, നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുമ്പോഴേ നമുക്കൊരു പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. മഴയൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ട് അവന്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചതും ബൈക്കിൽ പോയതും കാറിൽ പോയതൊക്കെ ഓർമ്മ വരും. എന്തൊരു നല്ല കാലഘട്ടമായിരുന്നു. പക്ഷെ ഇനിയും ഒരു മഴക്കാലം കൂടി അവന്റെ കൂടെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇങ്ങനെ തോന്നും. മഴക്കാലം ഭയങ്കര പ്രശ്നമുള്ള സമയമായിട്ട് ഈ മഴക്കാലം.
എന്തിനാണ് ഈ മഴക്കാലമൊക്കെ. അപ്പൊ നമുക്ക് ഈ പഴയ കാലങ്ങൾ ഓർമ്മ വരും. സത്യത്തിൽ നമുക്ക് മിസ് ചെയ്യണത് അവനെ അല്ല, അല്ലെങ്കിൽ അവളെ അല്ല, അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ആ ഫീലിംഗ്, ആ ഒരു മെമ്മറി, ആ ഒരു ഫീലിംഗാണ് നമുക്ക് മിസ് ചെയ്യണേ. നാളെ ഇനി ഇയാൾ തിരിച്ചു വന്നാലും ആ ഫീലിംഗ് നമുക്ക് ഇനി കിട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ആ മുറിവുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇവര് നമുക്ക് തന്നിട്ടുള്ള ട്രോമ, ഇവര് നമ്മളെ ചതിച്ചിട്ടുള്ളത്, ഇവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത്, ഇവര് നമ്മളെ തെറി വിളിച്ചിട്ടുള്ളത്, ഇവര് നമ്മളെ അടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് പോയത്, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പൊട്ടിയ ഒരു ചില്ല് ഗ്ലാസ്സാ. ഇനി ആ ചില്ല് ഗ്ലാസ് നമുക്ക് ഒട്ടിച്ച് ഫെവിക്കോളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. പക്ഷെ അതിൽ എത്ര വെള്ളം ഒഴിച്ചാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നൂർന്ന് പോകും. അപ്പൊ ഇവരിനി എത്ര തിരിച്ചു വന്നാലും അവർ പഴയ ആളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാം, ഒരു കാര്യമില്ല. പുതിയ അത്ഭുതങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പോണില്ല. അയാളായിട്ടും നമ്മളായിട്ട് തന്നെ തുടരും. വെറുതെ നമ്മൾ വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകമല്ലേ, ആ പുസ്തകം ഇനി അതിൽ പുതിയ അധ്യായങ്ങളൊന്നും വരാനില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അടിയും കൂടിയും, ഒരു അന്ന് കിട്ടിയ അടി പോരാണ്ടാണെന്നുണ്ടെങ്കിൽ 1-2 അടിയും കൂടി മേടിച്ചു വെച്ചോ, നല്ലതാ. ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യം. ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതില് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു വിശ്വാസം ഒരിക്കൽ പോയി കഴിഞ്ഞാൽ അത് പോയി തന്നെയാണ്. കാരണം പിന്നെ അവൻ പറയുന്ന സത്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റില്ല, നമുക്ക് നുണയായിട്ട് തോന്നുള്ളൂ. കാരണം അന്ന് അവൻ ആ നുണ പറഞ്ഞില്ലേ, അത് ഭയങ്കര സംഭവം. എന്തിനും ഇവർ ഈ ട്രസ്റ്റ് ഒക്കെ ബ്രേക്ക് ചെയ്യാൻ നിൽക്കണേണാവോ? കാരണം വേറെ എന്തും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരിക്കൽ പോയാൽ ആ കള്ളനായിട്ട് മുദ്ര കുത്തപ്പെടുകയാണ് അവിടെ. അതവർ അതവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് സത്യം പറഞ്ഞാൽ. ടീച്ചറോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കാണെങ്കിൽ എന്തൊക്കെയോ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റി. കാരണം ഒരുപാട് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ടീച്ചറുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി തന്നെയായിരിക്കും. അപ്പം ടീച്ചർ എന്തായാലും കൗൺസിലിംഗ് ഒന്നും എന്തായാലും കൊടുക്കുന്നില്ല. അപ്പം നമ്മളിടത്തിലേക്ക് എത്താൻ അവർ എന്താ ചെയ്യണ്ടേ? നമ്മളിടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അപ്പൊ അതൊരു ഫുൾ ഡേ നമ്മൾ അവിടെ, നിങ്ങളുടെ ഒരു പ്രശ്നം ഞാൻ കേൾക്കില്ല കേട്ടോ, അത് ആദ്യമേ പറയാം. പ്രശ്നം കേൾക്കാനും അത് മുഴുവൻ അവിടെ കമഴ്ത്തിയിടാനാണ് വരുന്നെങ്കിൽ നിങ്ങൾ ആരും വരണ്ട. നമ്മളിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങളുടെ മൊബൈൽ ആദ്യം വാങ്ങി വെക്കും, എന്നിട്ട് കുറേ പഴയ ഗെയിംസും പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എല്ലാവരും കളിച്ച് ചിരിച്ച് പഴയ ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മളിടം. അതായത് പഴയ ചെമ്പകപ്പൂവൊക്കെ കൊണ്ടുവന്ന് ലാങ്കിയൊക്കെ കൊണ്ടുവന്ന് ഗോലിയൊക്കെ കളിച്ച് അങ്ങനെ ഒരു, അതായത് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കുട്ടിക്കാലാണ് നമുക്ക്, അല്ലെ? നമുക്ക് ഇങ്ങനെ പലരും പറയാറുണ്ട്, പോയ വഴികളിൽ എന്റെ പഴയ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ആ പഴയ എന്നെ തിരിച്ചെടുക്കുന്ന സ്ഥലമാണ് നമ്മളിടം. സത്യം പറഞ്ഞാ ടീച്ചർ ഈ സീസൺ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് ഞാൻ വലിയൊരു നോ പറഞ്ഞു. എന്തുപറ്റി? കാരണം ബിഗ് ബോസ് നമുക്ക് പറ്റിയ സ്ഥലമല്ല. കാരണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ വേണ്ടി വരും. എന്നെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഞാൻ അരുണിന്റെ അടുത്ത് അതാ പറഞ്ഞ ഇടയിൽ കട്ട് ചെയ്യരുതെന്ന്. കാരണം എനിക്ക് ഇടയിൽ കട്ടും ടേക്കും പേസ്റ്റ് ഒന്നും പറ്റില്ല. എങ്ങനെയാണോ ആസ് ഇറ്റ് ഈസ് ഈ ഇംപെർഫെക്ഷനോട് കൂടി എന്നെ ആളുകൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി, അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ മാറാൻ പോകുന്നില്ല. അപ്പൊ എന്നെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബിഗ് നോ ഞാൻ അവിടെ പറഞ്ഞു. ഭയങ്കര TRP ആണ് നഷ്ടമായത്. അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് എന്താ പറയാ, ഒരു ഇന്റർവ്യൂ പോലും ഫീൽ ചെയ്തില്ല കേട്ടോ. തന്നെ ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര കംഫർട്ട് ആയിരുന്നു. കാരണം ഞാൻ ആ ഒരു തൃശ്ശൂരിൽ നിന്ന് ഇത്ര ദൂരം യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രാന്ത് പിടിച്ചിട്ട്, അല്ലെ? അതൊന്ന് പറയൂ, ആ ഒരു സാരി എടുത്ത് വന്നപ്പോ പിന്നെ ആ പ്രാന്ത് മാറ്റി വെച്ച്. കാരണം ആ വന്ന് കയറുമ്പോ തന്നെ നിങ്ങൾ തന്ന ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാവരും എടുത്തു. അരുണായാലും മാർഷലായാലും മെഹറായാലും അതെ, സ്വയം പേര് പറയേണ്ട അവസ്ഥയിലേക്ക് ഇവരെല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് പെരുമാറിയത്. അപ്പൊ പിന്നെ ഓക്കെ, ഇനിയും ഒരുപാട് ടീച്ചറിനൊപ്പം ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ പറ്റട്ടെ ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു. ഓക്കെ ടീച്ചർ, താങ്ക് യു സോ മച്ച്.